അപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആന്ധ്രാപ്രദേശിലെ ലേപാക്ഷി ക്ഷേത്രമാണ്. ഈ ലേപാക്ഷി ക്ഷേത്രത്തിൻ്റെ കൊത്തുപണികളും അതിൻ്റെ അത്ഭുതങ്ങളും എല്ലാം നമുക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള പണിയല്ല. എന്തായാലും വാസ്തുവിദ്യയുടെ ഒരു മഹടോദാഹരണം തന്നെയാണ് ഈ ക്ഷേത്രം. ശില്പചാതുര്യത്തിനും അതുപോലെ അത്ഭുതങ്ങളായ കൗതുകമുണർത്തുന്ന നിർമ്മിതികളുമാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. ഓരോ ക്ഷേത്രത്തിനും ഓരോ പ്രതിഷ്ഠയുണ്ടല്ലോ. ഇവിടെ വീരഭദ്രൻ, ശിവൻ്റെ രൗദ്രഭാവത്തിലാണ് ഈ ക്ഷേത്രം പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ശിവൻ, വിഷ്ണു, വീരഭദ്രൻ എന്നീ 3 മൂർത്തികൾക്കും ഇവിടെ പ്രത്യേക പ്രതിഷ്ഠകളുണ്ട്. ഇവിടെ എഴുതി വച്ചിരിക്കുന്നതനുസരിച്ച് 16-ാം നൂറ്റാണ്ടിൽ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ഭരണകാലത്താണ് ഇത് നിർമ്മിച്ചത്. വീരവണ്ണ, വീരുവണ്ണ എന്നീ സഹോദരന്മാരാണത്രേ ഇത് നിർമ്മിച്ചത് എന്നിവിടെ എഴുതി വച്ചിട്ടുണ്ട്. 100 കണക്കിന് തൂണുകളാണ് ഇതിൻ്റെ അകത്തെ മറ്റൊരു അത്ഭുതം. ഓരോ തൂണിലും ഓരോ വ്യത്യസ്തമായ കൊത്തുപണികൾ. ആ കാലഘട്ടത്തിലെ കലയും അതുപോലെ സംസ്കാരവുമെല്ലാം ഇവിടെയുണ്ട്. അതിൽ ഒരു തൂണ് നിലം തൊടുന്നില്ല. നിലം തൊടാതെ അത് തൂങ്ങി നിൽക്കുകയാണ്. പക്ഷേ അനങ്ങുമൊന്നുമില്ല. നമ്മളൊരു തുണിയുടെ ഒരു ഷാൾ എടുത്ത് അതിൻ്റെ അടിയിൽ കിടന്ന് കടത്തി വിട്ടു. ഒരു കുഴപ്പവും കൂടാതെ അത് അങ്ങ് ഊരിപ്പോന്നു. എന്ത് സൂത്രമാണ് ഇതിനകത്ത് പ്രയോഗിച്ചത്? ഇത്ര ഭീമമായ ഈ തൂണ് നിലം തൊടാതെ ഇതിനകത്ത് ലോക്കായി നിൽക്കണമെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ മാസ്മരിക വിദ്യ? ഈ കൊത്തുപണികളിൽ ഓരോന്നും ഞാൻ ശ്രദ്ധിച്ചപ്പോൾ രാമായണം, മഹാഭാരതം തുടങ്ങിയ പുരാണങ്ങളിലെ രംഗങ്ങളാണ് കൂടുതലും ചിത്രീകരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ശിവൻ്റെയും പാർവതിയുടെയും വിവാഹം നടന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു കൊത്തുപണികളാൽ നിർമ്മിതമായ ഒരു മണ്ഡപവും ഈ ക്ഷേത്രത്തിനകത്തുണ്ട്. അപ്പോൾ അക്കാലത്തുമുണ്ട് കല്യാണ മണ്ഡപം, അതുപോലെ അലങ്കാരങ്ങൾ, കൊത്തുപണികളൊക്കെ. ഈ ക്ഷേത്രത്തിന് ലേപാക്ഷി എന്ന ഒരു പേര് വരാനുള്ളൊരു ചരിത്രമുണ്ട്. ലേപാക്ഷി എന്ന് പറഞ്ഞാൽ പക്ഷി ഉണരൂ, അത് തെലുങ്ക് വാക്കാണ്. അതായത് രാവണൻ സീതയെ തട്ടിക്കൊണ്ടു പോകുന്നു. ഈ പോകുന്ന വഴിക്ക് പുഷ്പവിമാനം വഴിയിൽ വച്ച് തടയാൻ ശ്രമിച്ച ജടായു എന്ന പക്ഷിക്ക് രാവണൻ്റെ അതിശക്തമായ ആയുധം കൊണ്ട് പരിക്കേൽക്കുന്നു. അങ്ങനെ പക്ഷി ചിറകറ്റു വീണ ഒരു സ്ഥലം ഇതാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. എന്തായാലും സീതയെ അന്വേഷിച്ച് ഇറങ്ങിയ രാമൻ ഈ വഴി കടന്നു പോകുമ്പോൾ ജടായുവിന് പരിക്ക് പറ്റി വീണ് കിടക്കുന്നത് കാണുന്നു. അപ്പോൾ വളരെ സങ്കടത്തോടെ ശ്രീരാമൻ ജടായുവിനോട് ലേ പക്ഷി എന്ന് പറയുന്നു, അതായത് ഉണരു പക്ഷി എന്ന്. അങ്ങനെയാണ് ഈ ക്ഷേത്രത്തിന് ലേപാക്ഷി ക്ഷേത്രമെന്നും ഈ ഗ്രാമത്തിന് ലേപാക്ഷി എന്ന ഗ്രാമപ്പേരും ഉണ്ടായത് എന്നൊരു കഥയും പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ മനസാക്ഷി കൊണ്ട് ഞാൻ ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ കാണുമ്പോൾ ഇതിൻ്റെ അത്ഭുതങ്ങൾ എൻ്റെ തലയിലേക്ക് വല്ലാത്തൊരു പ്രഹരമായി കയറുകയാണ്. അത് എനിക്ക് മാത്രമാണോ എന്നെനിക്കറിയില്ല, എല്ലാവർക്കും ഈ ഫീലാണോ എന്നും എനിക്കറിയത്തില്ല. ഒരു കാര്യം ഉറപ്പാണ്, നമ്മളുടെ ഇപ്പോഴത്തെ സാങ്കേതിക വിദ്യയും അതുപോലെ നമ്മുടെ എൻജിനീയർമാരും നമ്മുടെ ശില്പികളും എല്ലാവരും കൂടി ഒത്താൽ മാർബിൾ കൊണ്ട് ക്ഷേത്രം കല്ലിൽ ഒറ്റക്കല്ലിൽ അത്രയും മാർബിൾ കിട്ടിയാൽ ഇങ്ങനെ രൂപകൽപ്പന ചെയ്യണമെങ്കിൽ നമ്മുടെ ബുദ്ധി പോരാ. പുരാതന കാലത്ത് ദേവശില്പികളെന്നോ വിശ്വബ്രഹ്മാവെന്നോ എന്നൊക്കെ പറയുന്ന അമാനുഷികമായ കഴിവുള്ള ആളുകൾ ഇത് ചെയ്തതാണ്. ഒരു തർക്ക വിതർക്കത്തിന് ഏതായാലും പോകുന്നില്ല. നമുക്ക് ഇനിയും അടുത്ത കാഴ്ചയിൽ കാണാനുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഞാൻ അടുത്ത ദിവസം വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.